ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പനീർ പറാത്തയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പറാത്തയുടെ റെസിപ്പിയാണ്. മാത്രമല്ല പനീർ ആയതുകൊണ്ട് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് വേഗം സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു പറാത്തയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം മറക്കാതെ. ഞാൻ ഒരു വർഷമായിട്ട് ചപ്പാത്തി ഇതിലാണ് കുഴച്ചെടുക്കുന്നത്. പ്രീതിയുടെ മിക്സിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇതിലുണ്ടാക്കാൻ പറ്റും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, വെള്ളം ഒഴിക്കാം, ഒരു സ്പൂണ് നെയ്യ് ഇടുകയാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം, വെക്കേണ്ട ആവശ്യം കൂടി ഇല്ല. എന്നാലും നമുക്ക് 15 മിനിറ്റ് വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് പനീർ മിക്സ് റെഡിയാക്കി എടുക്കാം. പനീർ പറാത്തയ്ക്ക് മെയിനായിട്ട് വേണ്ടത് പനീർ തന്നെയാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീറാണ്, അതും പാൽപ്പൊടി വെച്ചുണ്ടാക്കിയ പനീറാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളുടെ ഫാമിലിയുടെ അനുസരിച്ച് വേണം ഈ പനീറിൻ്റെ മിക്സ് റെഡിയാക്കാനും അതുപോലെ തന്നെ മാവ് കുഴച്ചെടുക്കാനും. ഇന്ന് ചെയ്യാനായിട്ട് ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചു പനീർ. പിന്നെ വേണ്ടത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ പച്ചമുളക് അവോയ്ഡ് ചെയ്യാം. മുളക് പൊടി, ഗരം മസാല ഇത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ആംചൂർ പൗഡർ അഥവാ ഡ്രൈ മാംഗോ പൗഡർ അതും ഇടാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ ഓൾറെഡി മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. കുറച്ച് മല്ലിയില, കുറച്ച് നെയ്യ്, കുറച്ച് ജീരകപ്പൊടി. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു പറാത്തയാണിത്. ഇനി നമുക്ക് ഓരോ മാവായിട്ട് എടുത്തിട്ട് അതിനകത്ത് സ്റ്റഫിങ് വെക്കാം. ഇനി ഇതേ സൈസിൽ ഇനി ഒരെണ്ണം കൂടെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി വെച്ചിട്ട് അതിലേക്ക് പനീറിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ചത്, അത് ഇതിലേക്ക് ഇടാം. പനീറൊക്കെ കുട്ടികൾക്ക് മസ്റ്റായിട്ട് കൊടുക്കണം, അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതിൽ. നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് വെക്കാം. ഞാൻ ആലു പറാത്തയും എല്ലാം ഇങ്ങനെ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യണത്. ഈ അറ്റം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറേ സ്റ്റഫിങ് വെക്കാൻ പറ്റും. മാത്രമല്ല പുറത്തേക്ക് വരുന്നുള്ള പേടിയും വേണ്ട. നന്നായിട്ട് അറ്റമൊക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് കംഫർട്ടബിൾ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. പതുക്കെ നമ്മൾ ജെൻറ്റിലായിട്ട് ഒന്നും കൂടെ പരത്തിയെടുക്കാം. ഒരു പറാത്തയിൽ തന്നെ 2 ചപ്പാത്തി ഉള്ള കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഫില്ലിംഗ് ആണിത്. ഇത് പിക്നിക്കൊക്കെ പോകുന്ന സമയത്ത് അതേപോലെ ലഞ്ച് ബോക്സിനൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റണ നല്ലൊരു പറാത്തയുടെ റെസിപ്പിയാണ്. കാരണം ഇതിൽ നമ്മൾ സവാള ചേർത്തിട്ടില്ല, കാരണം കേട് വരുമോ എന്നുള്ള ടെൻഷനും ഇല്ല. തവ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പറാത്ത ഇടാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വേഗത്തിലാവും. തിരിച്ചിടാം. തിരിച്ചു മറിച്ചൊക്കെ കുറച്ച് നേരം ഇടണം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണതാണ് നല്ലത്. എന്നാലേ നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഞാൻ നെയ്യിട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വരണത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യ് കൊടുക്കാം. വലിയവർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ എണ്ണ യൂസ് ചെയ്യാം. ഈ പറാത്തയ്ക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം. നല്ല കോമ്പിനേഷനാണ്.
അങ്ങനെ നമ്മുടെ സിമ്പിൾ ടേസ്റ്റി പനീർ പറാത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പനീർ പറാത്ത ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.